കാസർകോട്ടെ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ പൊതുപര്യടനം തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലാണ്. ആവേശകരമായ സ്വീകരണമാണ് ഓരോ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നത്. കാസർഗോഡ് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കാസർഗോഡ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ പൊതുപര്യടനം തുടരുകയാണ്. തൃക്കരിപ്പൂർ മണ്ഡലത്തിലാണ് ഇപ്പോൾ MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ പര്യടനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മലയോര മേഖലയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും നൂറുകണക്കിന് ആളുകളാണ് LDF സ്ഥാനാർത്ഥിയെ വരവേൽക്കാനെത്തുന്നത്. കനത്ത ചൂട് വകവെക്കാതെ ആവേശകരമായ അന്തരീക്ഷത്തിലാണ് ഓരോ കേന്ദ്രത്തിലും MV ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് സ്വീകരണം നൽകിക്കൊണ്ടിരിക്കുന്നത്. 30-ലധികം കേന്ദ്രങ്ങളിൽ ഇന്ന് പര്യടനം നടത്തും. സ്ത്രീകളും കുട്ടികളും അതോടൊപ്പം തന്നെ യുവാക്കളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് പൂക്കൾ നൽകി വരവേൽക്കുന്നത്. അതോടൊപ്പം തന്നെ പ്ലക്കാർഡുകളും കൊടികളുമെല്ലാം ഏന്തിക്കൊണ്ട് വാദ്യമേളകളുടെ അകമ്പടിയോടുകൂടി ആവേശകരമായ ഒരു സ്വീകരണമാണ് MV ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കേന്ദ്രങ്ങളിലും നമുക്ക് ഈ ആവേശകരമായ ദൃശ്യം കാണാം. കാസർഗോഡ് മണ്ഡലത്തിൽ LDFന്റെ വിജയം ഉറപ്പിക്കുകയാണ് പ്രവർത്തകർ. മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് സ്വീകരണ കേന്ദ്രത്തിലേക്ക് സ്ഥാനാർത്ഥിയെ കൊണ്ടുപോവുകയാണ്. സ്ത്രീകളുടെ വാദ്യമേളമുണ്ട്, അതോടൊപ്പം തന്നെ മുത്തുക്കുടകൾ ഏന്തിയ സ്ത്രീകളുണ്ട്. ഇങ്ങനെ ആവേശകരമായ ഒരു അന്തരീക്ഷത്തിലാണ് സ്വീകരണം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പത്തേരയിലാണ് സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകിക്കൊണ്ടിരിക്കുന്നത്. 1.5 മാസത്തിലധികം നീണ്ട പ്രചാരണ പരിപാടികൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ പൊതുപര്യടനം നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാൻ കഴിഞ്ഞതിനാൽ പ്രചാരണ രംഗത്തെ കാസർഗോഡ് LDF ഏറെ മുന്നിലാണ്. വലിയ ആവേശമാണ് ഓരോ കേന്ദ്രങ്ങളിലും കാണുന്നത്. ആവേശകരമായി ഈ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്റർ പറയുന്നത് കാസർഗോഡ് മണ്ഡലം കഴിഞ്ഞ തവണ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടിരുന്നു. ആ മണ്ഡലം ഇത്തവണ തിരിച്ചു പിടിക്കും. ആ ആവേശമാണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ കാണുന്നത്. അതേ ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ സ്ഥാനാർത്ഥികളെ വരവേൽക്കുന്നത് എന്നാണ് പറയുന്നത്. പൊതുപര്യടനം ഓരോ നിയോജക മണ്ഡലത്തിലും 3 റൗണ്ടായി എത്തും. അവിടെ എല്ലാ ജനങ്ങളെയും നേരിട്ട് കണ്ടുകൊണ്ട് വോട്ടഭ്യർത്ഥിക്കുകയാണ് ലക്ഷ്യം. പരമാവധി ആളുകളെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയാണ് LDF സ്ഥാനാർത്ഥി. ഏതായാലും LDFന്റെ വിജയം ഉറപ്പിക്കുകയാണ് ഈ ആവേശകരമായ ജനക്കൂട്ടം.